രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയും ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏതൊരു സംസ്കാരമുള്ള സമൂഹത്തിനും അപമാനമാണ്. ഇത് കേവലം ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം പ്രകടനമല്ല, മറിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ്. അക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത്തരക്കാർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല. അഭിഭാഷക എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് നിയമത്തെ കാറ്റിൽ പറത്തി ഇത്തരമൊരു ഹീനമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് നിയമരംഗത്തിന് തന്നെ നാണക്കേടാണ്. ഈ വ്യക്തി 2020 കടുത്ത പ്രചാരകയാണെന്നും മറ്റു ജില്ലകളിൽ പോലും അവർക്ക് വേണ്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. 2020 പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അടിയന്തരമായി വ്യക്തമാക്കണം. കൊലവിളി നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രചാരകയായി തുടരുവാൻ എങ്ങനെ സാധിക്കുന്നു? അവരുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുന്നു എന്നതും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത് 2020 രാഷ്ട്രീയ ശൈലിയെയാണ് തുറന്നു കാട്ടുന്നത്. വർക്കലയ്ക്കടുത്ത് ട്രെയിനിൽ വെച്ച് അതിദാരുണമായ ആക്രമണത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകി. റെയിൽവേയുടെ സുരക്ഷാ പരിധിക്കുള്ളിൽ നടന്ന ഈ അതിക്രമം ശ്രീകുട്ടിയെയും അവരുടെ കുടുംബത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു യാത്രക്കാരിക്ക് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഈ സാഹചര്യം ഞെട്ടിക്കുന്നതാണ്. റെയിൽവേ മന്ത്രാലയം ഈ അതിദാരുണമായ സംഭവത്തിൽ ഇടപെടണമെന്ന് ഞാൻ കത്തിലൂടെ അഭ്യർത്ഥിച്ചു. റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ചികിത്സ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്രീകുട്ടിയുടെ ദീർഘകാല പരിചരണത്തിനും പുനരധിവാസത്തിനുമായി സാമ്പത്തിക നഷ്ടപരിഹാരം അടിയന്തരമായി ഉറപ്പാക്കുക. ഈ ദുരന്തത്തിന് ശേഷം ശ്രീകുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ യോഗ്യതയ്ക്കനുസരിച്ച് റെയിൽവേയിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലി നൽകുക. യാത്രക്കാരുടെ, പ്രത്യേകിച്ച് വനിതാ യാത്രക്കാരുടെ സുരക്ഷാ പ്രോട്ടോകോൾ ശക്തിപ്പെടുത്തുവാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ പട്രോളിംഗ് വർദ്ധിപ്പിക്കുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കുക. യാത്രക്കാരുടെ സുരക്ഷ റെയിൽവേയുടെ പരമമായ ഉത്തരവാദിത്വമാണ്. ശ്രീകുട്ടിയെപ്പോലുള്ള ഇരകൾക്ക് ഉടനടി പിന്തുണ നൽകേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ധാർമ്മികവും സ്ഥാപനപരവുമായ കടമയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേഗത്തിലുള്ളതും അനുകൂലവുമായ നടപടി പ്രതീക്ഷിക്കുന്നു. പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള ശ്രീ ശശി തരൂരും അടൂർ പ്രകാശും ഇക്കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാതിരിക്കുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് പോലും കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായില്ല. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതിന് ശേഷം പഴയ തീയതിയിട്ട് ഒരു കത്ത് കൊടുക്കുമെന്നുള്ളവർ അറിയില്ല. എന്തായാലും അത് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളവിടെ ചെന്ന് കണ്ടാൽ എത്ര പരമദയനീയമാണ്. 10-20 ദിവസമായിട്ട് ഒരു കുട്ടി ICUയിലും വെന്റിലേറ്ററിലും കിടക്കുകയാണ്. 18-19 വയസ്സേ ആയുള്ളൂ. ഒരു പുകവലിച്ചതിന് ചോദ്യം ചെയ്തു, അതിനെ വലിയ ചവിട്ടി തറയിടുകയാണ്. എത്ര പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്. സംസ്ഥാന ഗവൺമെന്റ് ചികിത്സ ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ ചികിത്സ നന്നായി നടന്നു പോകുന്നത്. ഞങ്ങൾ കാണാൻ വേണ്ടി ചെന്നിരുന്നു. പരമദയനീയമാണ്. ഞാൻ റെയിൽവേ ഇവിടുത്തെ സംഭവം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഡിവിഷൻ മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം ഞാൻ ചേരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്താണ് അവർ ഈ കാര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് അറിയേണ്ട കാര്യമുണ്ട്. അവർ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും ദയനീയമായ ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ ഇരവാദം സംസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത് ഒരു പുതിയ രാഷ്ട്രീയ നാടകമാണ്. ജനസേവനം എന്ന വാക്ക് മറന്നുകളഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ PR തന്ത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിവിടെ കാണുന്നത്.
ഈ തന്ത്രം എത്രമാത്രം ദുർബലമാണെന്ന് മനസ്സിലാക്കുവാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, വോട്ടവകാശം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ കൃത്യമായ മേൽവിലാസം ചേർക്കാത്തവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കും. രണ്ട്, അതിനുശേഷം നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഞങ്ങളെ മത്സരിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേതാക്കന്മാർ കരഞ്ഞ് നിലവിളിക്കും. ഇത് ജനാധിപത്യത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഇവിടുത്തെ നിയമങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ നാടകം. തീരുമാനമെടുക്കാൻ അധികൃതർക്ക് സമയം പോലും നൽകാതെയാണ് ഈ ഇരവാദം. ജനങ്ങളുടെ മുന്നിൽ വിശ്വാസ്യതയോടെ നിൽക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ കള്ളക്കഥകൾ മെനഞ്ഞ് ഇരവാദം പറഞ്ഞ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്? ഇവർ ജനങ്ങളെ വെട്ടികളാക്കുകയാണ്. മാധ്യമങ്ങൾ ഈ കെണിയിൽ വീഴരുത്. യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ഈ വ്യാജ പ്രസ്താവനകളുടെ പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം. നിയമപരമായി ശരിയായ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ പോലും ശേഷിയില്ലാത്ത ഒരു പാർട്ടി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി പോകുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സമഗ്ര ശിക്ഷ കേരളയുടെ കുടിശ്ശികയുടെ ഗഡുവും അടക്കം 440 കോടി രൂപ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സമഗ്ര ശിക്ഷ കേരളയുടെ കുടിശ്ശികയുടെ ഗഡു അടക്കം 440 കോടി രൂപ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഈ തലസ്ഥാന നഗരിയിൽ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെയുള്ള സംഘടനാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ 2 നേതാക്കന്മാർ, ബിജെപിയുടെയും RSSന്റെയും 2 നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തൃക്കണ്ണപരമാട് കൗൺസിലറും RSSന്റെ നേതാവുമായിരുന്ന അനിൽകുമാർ, അതുപോലെ തന്നെ 16 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനായിരുന്നുള്ള ആനന്ദ്, മറ്റൊരു സഹോദരി നെടുമങ്ങാടുള്ള സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ ഞരമ്പറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബിജെപിയുടെ സംസ്ഥാന വക്താവായിരുന്ന MS കുമാർ തന്റെ ജീവനും അപകട ഭീഷണിയിലാണെന്ന് തോന്നും വിധമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. അവരെല്ലാവരും പറയുന്നത് RSSന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്, ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ ഒരു കൂട്ടം പല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കോർപ്പറേഷനിൽ നിന്ന് ജയിച്ച ബിജെപിയുടെ വാർഡുകളിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് RSSന്റെയും ബിജെപിയുടെ നേതൃത്വം പറയുന്ന ചില ആൾക്കാർക്ക് പ്രവർത്തികളുടെ കരാർ കൊടുക്കാതിരിക്കുന്നതാണ് കാരണമെന്നാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആനന്ദിന്റെ വീട്ടിൽ ഞാൻ പോയതാണ്. ആനന്ദിന്റെ ഭാര്യ അധ്യാപികയാണ്. ഇതുവരെ അവർക്ക് ബോധം തിരിച്ചു വന്നിട്ടില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. RSS ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് പറയണ്ടേ? ശ്രീ ചന്ദ്രശേഖരൻ അടക്കം കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. തൃക്കണ്ണാപുരം വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ വീട്ടിൽ ചെന്ന അവസരത്തിലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടി അനിൽകുമാറിന്റെ ഭാര്യ തയ്യാറായി. അപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തുക, ഭീഷണി താങ്ങാനും സഹിക്കാനും വയ്യാതെ വരുമ്പോൾ പ്രവർത്തകർ ആത്മഹത്യ ചെയ്യുക, ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഒന്നും പ്രതികരിക്കാതിരിക്കുക, ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഈ തലസ്ഥാന നഗരിലെ ജനങ്ങൾ വോട്ട് ചെയ്യും? ഒരു കാരണവശാലും മാന്യതയുള്ള, സംസ്കാരമുള്ള, മനുഷ്യസ്നേഹമുള്ള ആരും തന്നെ അംഗീകരിക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി തലസ്ഥാന നഗരിയിലെ ബിജെപി നേതൃത്വം മാറിയിരിക്കുന്നു. അവരെ പിന്തുണയ്ക്കുന്നത് RSS ആണ്. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ രാജ്യത്താകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ 2 ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മഹത്യാ പരിശ്രമത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം മറുപടി പറയേണ്ടതുണ്ട്.
ശ്രീ ചന്ദ്രശേഖരനെതിരെ അഴിമതി ആരോപണമൊന്നുമല്ല ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തലസ്ഥാനത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അറിയുവാനുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിച്ചതാണ്. ജനങ്ങളെല്ലാം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്താ ഉണ്ടായത് സംബന്ധിച്ചിടത്തോളം, 2 കുടുംബത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, 3 കുടുംബത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണ്. സ്ത്രീകളുടെ ഇത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റൂല എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിടത്തോളം. ഇപ്പോ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുന്നതിന് വേണ്ടി RSSന്റെ നേതൃത്വം വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നിയമപരമായ നടപടി പോട്ടെ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ ഒന്നും തന്നെ വ്യക്തമാക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയാണ് ഉള്ളത്. അനിൽകുമാർ ആത്മഹത്യ ചെയ്തതിന്റെ കുറ്റക്കാർ ആര്? ആനന്ദ് ആത്മഹത്യ ചെയ്തതിന്റെ കുറ്റക്കാർ ആര്? നമ്മുടെ ഒരു സഹോദരി ഞരമ്പ് മുറിച്ചതിന്റെ കുറ്റക്കാർ ആര്? അതേപോലെ തന്നെ MS കുമാർ തന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എഴുതിന്റെ കുറ്റക്കാർ ആര്? ആ കുറ്റക്കാർക്ക് വേണ്ടി തലസ്ഥാന നഗരിലെ ജനങ്ങൾ നിൽക്കണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഇത് കുറ്റക്കാരെ ഇതിന് നേതൃത്വം കൊടുത്ത് ആത്മഹത്യക്ക് വഴിതെളിച്ച ആരാണോ അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഈ പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാവ് അഡ്വക്കേറ്റ് സുരേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലേക്ക് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് മാധ്യമങ്ങളിൽ കണ്ടു. കമഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നതാണ് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. ഇതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് 2-3 ജീവൻ എടുത്തത്. 2-3 പേരുടെ ജീവൻ അവസാനിപ്പിച്ചത് ഇതിനേക്കാളൊക്കെ എത്രയോ ഗൗരവമുള്ള വിഷയമാണ്. എന്റെ മണ്ഡലമാണ് ഈ ആനന്ദിന്റെ വീടെന്ന് പറയുന്നത്. എനിക്ക് ആ വീട്ടിൽ ചെന്ന് ആ കൂട്ടരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സെങ്കിലും ഉണ്ടായി. അവരുടെ ഭാര്യയെ കാണാൻ വേണ്ടി പറ്റിയില്ല, കണ്ടു. പക്ഷെ അവര് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഓർമ്മയില്ലാതെ ആനന്ദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന എനിക്ക് പേടി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 മക്കളെ കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി. എന്റെ മനസാക്ഷി വളരെ വേദനിച്ചു ഇത് ആ കാഴ്ച കണ്ടപ്പോൾ. എന്റെ മനസാക്ഷിക്ക് ആ വേദന ഉണ്ടായി. പക്ഷേ RSSന്റെ കഴുതം കണ്ണുമായിട്ട് നടക്കുന്ന സുരേഷിനെ പോലുള്ള ആൾക്കാർക്ക് സന്തോഷമാണ്. ഒരു ദുഃഖവും അക്കാര്യത്തിലില്ല എന്നുള്ളതാണ്.